നാണമുണ്ടോ നട്ട കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ? എന്നെ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലും അല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി, ഇല്ലാത്തവര് കഴിക്കേണ്ടതേ. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിന്ന് ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നതിന് ശേഷം വിദേശത്ത് നിന്നടക്കം പ്രമോഷനും പ്രോഗ്രാമും ചെയ്യാനുള്ള അവസരങ്ങൾ രേണു സുധിയെ തേടിയെത്തുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളിലായി ദുബായിലാണ് രേണു. പാപ്പിലോൺ എന്ന റെസ്റ്റോറന്റിന്റെ ഒരു പ്രമോഷന് വേണ്ടിയിട്ടാണ് രേണു ദുബായ് ദേറയിൽ എത്തിയത്. 15 ദിവസത്തെ ട്രിപ്പാണ്. റെസ്റ്റോറന്റും ബാറും ചേർന്നതാണ് പാപ്പിലോൺ എന്നുള്ള ആ സ്ഥാപനം. പ്രമോഷൻ ആയതുകൊണ്ട് തന്നെ പാപ്പിലോണിൽ എത്തുന്ന അതിഥികൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നതിന്റെയും പാട്ട് പാടുന്നതിന്റെയും റീൽസുകൾ ചെയ്യുന്നതിന്റെയൊക്കെ വീഡിയോകൾ രേണു സ്വന്തം സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കാറുമുണ്ട്. റെസ്റ്റോറന്റ് മാത്രമല്ല ബാർ കൂടി ചേർന്നതാണ് ഈ ഒരു പാപ്പിലോൺ എന്ന് മനസ്സിലായതോടെ നിരവധി പേർ വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. രേണു ദുബായിൽ ബാർ ഡാൻസറായിട്ട് ജോലി ചെയ്യാൻ പോയതാണ് എന്ന തരത്തിലുള്ള രേണുവിനെ എതിർക്കുന്നവർ പറഞ്ഞു പരത്തിയത്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു ഗോസിപ്പ് കൂടി രേണുവിന്റെ പേരിൽ പ്രചരിക്കുന്നുണ്ട്. കള്ളു കുടിച്ചും നേവൽ കാണിച്ചും ബാറിൽ ഡാൻസ് ചെയ്തതിന് ദുബായ് പോലീസ് രേണുവിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. നിരവധി യൂട്യൂബ് ചാനലുകൾ രേണു അറസ്റ്റിലായി എന്നുള്ള തരത്തിൽ വീഡിയോകൾ ഇറക്കി പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ സത്യാവസ്ഥ അതല്ല എന്നും തന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും താൻ ഏറ്റെടുത്ത ജോലി ചെയ്യാനാണ് വന്നതെന്നും അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുമാണ് രേണു വ്യാജ വാർത്തകളോട് പ്രതികരിച്ച് പറഞ്ഞത്. നമസ്കാരം, രേണു സുധി. ഞാൻ എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എന്നെ ഒരു ദുബായ് പോലീസും അറസ്റ്റ് ചെയ്തിട്ടുമില്ല, ഞാൻ ഹോസ്പിറ്റലിലും അല്ല. കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചിതൽ ബ്ലോഗും അതുപോലെ ഏതാ ചോക്ക് ടോക്സും പിന്നെ ആരാണ് മോനു സത്യനും, ഇവരാണ് 3 പ്രധാനപ്പെട്ട ആൾക്കാർ. ബാക്കി കുറെ ഇങ്ങനെ നട്ട കുരുക്കാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട് എതിരെ വീഡിയോ ഇടാൻ. അവരുടെ പേര് പോലും ഞാൻ പറയാനുള്ള യോഗ്യത അവർക്കില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പൊ ഇവരുടെയൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെക്കണം രേണു സുധി ഈ വീടിന്റെ ഐശ്വര്യം. കാരണം എന്നെ വെച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞു കുറെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. നാണമുണ്ടോ നട്ട കുരുക്കാത്ത ഈ കള്ളത്തരം പറയാൻ? എന്നെ ഒരു ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഹോസ്പിറ്റലും അല്ല, ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ ഇവിടെ വന്ന പാപ്പിലോൺ എന്ന് പറയുന്ന ഫാമിലി ബാർ റെസ്റ്റോറന്റ് പ്രമോഷന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി, ഞാനൊരു സെലിബ്രേറ്റ് ചെയ്യാനാണ് അവരെന്നെ വിളിച്ചത്. അപ്പോൾ അതിവിടെ ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാനും ഒരു ഡ്രിങ്ക്സ് കഴിക്കേണ്ടവര് കഴിച്ചാൽ മതി, ഇല്ലാത്തവര് കഴിക്കേണ്ടതേ. പിന്നെ ഞാൻ അഭിനയിച്ചത് പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട് അഭിനയിച്ചത് അതുപോലെ പ്രമോഷൻ ആയിരുന്നു. അത് കള്ള് കുടിക്കുന്നതായിട്ട് നമ്മൾ അഭിനയിക്കേണ്ട സ്ഥലത്ത് നമ്മൾ അഭിനയിച്ചല്ലേ പറ്റുന്ന. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അഭിനയിച്ചതാണ്. അതിന് ഞാൻ കള്ളു കുടിച്ച് വെളിവില്ലാതെ വഴി കിടന്ന് ദുബായ് പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഒരു ഫോട്ടോയും കൂടെ അത് കണ്ടിട്ടാണ് എനിക്ക് പ്രതികരിക്കാൻ തോന്നുന്നത്. ഒരു ഫോട്ടോയും കൂടെ ഇഞ്ചക്ഷൻ എടുത്തിങ്ങനെ ഞാൻ കിടക്കുന്നത്. നിങ്ങൾക്കൊന്നും എനിക്ക് ഇതിൽ കൂടുതൽ എന്നാ പറയാൻ നാണമുണ്ടോ നിങ്ങൾക്ക്? നാണം കെട്ടവന്മാരെ ഇങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇതെടുത്തിട്ട് അലക്കിയാലും കുഴപ്പമില്ല. എനിക്ക് എന്റെ മറുപടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയണമെന്നുള്ളത് ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, സാൻ മാരിനോ ഹോട്ടൽ പാപ്പിലോണിലുണ്ട്. 11-ാം തീയതി ഉച്ചകഴിഞ്ഞ് വൈകിട്ട് ഞാൻ ഇന്ത്യയിലോട്ട് പോകത്തുള്ളൂ. അപ്പം എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എന്തായാലും ഈ ഒരു വീഡിയോ പ്രചരിച്ചതോടുകൂടി വലിയ രീതിയിലുള്ള നെഗറ്റീവ് കമന്റ്സ് തന്നെയാണ് രേണുവിനെതിരെ വരുന്നത്. എന്തായാലും നമ്മൾ പറയുന്നതിനേക്കാളും അവരുടെ ആരാധകർ അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകർ തന്നെ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നിന്റെ ക്യാമറ കഴിഞ്ഞു. ശരിക്കും രേണു ദുബായിൽ പോയിട്ട് ഒരു പ്രൊമോഷന് വേണ്ടിയാണല്ലോ പോയത്. പക്ഷേ ആളുകളിലേക്ക് അദ്ദേഹത്തെ ഒരു ബാർ ഡാൻസറായിട്ട് എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കമന്റ് വന്നത്, നിന്റെ ക്യാമറ കഴിഞ്ഞു എന്നുള്ളത്. വിവാദം എന്നൊക്കെ പ്രയോഗിക്കണോ രേണു? അതിന് മാത്രം ഹൈപ്പ് കൊടുക്കാൻ മാത്രം താൻ വാല്യുബിൾ ആണെന്ന് തോന്നുന്നില്ല. കഴിവുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റ് കേരളത്തിലുണ്ട്. തന്നോട് ഒരു ഇഷ്ടക്കേടുമില്ല. ബട്ട് ഇയാൾ വിചാരിക്കുന്ന അത്രയും വലിയ സംഭവമൊന്നും അല്ല രേണു സുധി. ശരിക്കും രേണുവിന്റെ ആ ഒരു എന്താ പറയുക മൂല്യമില്ലാതാക്കിയത് രേണു തന്നെയാണല്ലേ. ഇപ്പോൾ ദുബായ് ട്രിപ്പ് പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒബ്വിയസ്ലി എല്ലാം വെച്ച് എന്തെങ്കിലും പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷൻ തന്നെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം ബാർ ഡാൻസർ എന്നൊക്കെ പറയുമ്പം രേണുവിനെ സ്നേഹിക്കുന്നവർക്ക് പോലും അത് ചിലർ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും എന്തോ അറിയില്ല. പക്ഷെ രേണു താൻ എന്താണോ എന്നുള്ള രീതിയിലേക്ക് വന്നത്, അതായത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു ചാടിയത് ഇതിനു വേണ്ടിയാണോ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഏറെയും വരുന്നത്. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കണം. ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം ശരിയാണോ എന്ന്. എല്ലാവരുടെയും സഹതാപത്തിലൂടെ നിങ്ങൾ പച്ച പിടിച്ചു വന്നതാണ്. വായെടുത്താൽ കള്ളം മാത്രം പറയുന്നു. ഇപ്പോൾ പറയണതല്ല പിന്നെ വേറെ ഇന്റർവ്യൂ പറയുന്ന നിങ്ങൾ സ്വയം സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് കാട്ടിക്കൂട്ടുന്നതെല്ലാം കോമാളിത്തരങ്ങളാണ്. ബിഗ് ബോസിലായിരുന്നപ്പോ പിള്ളേരെ കാണാൻ കരച്ചിൽ. അവിടുന്ന് വന്നു കഴിഞ്ഞ് ആ ചെറിയ കുഞ്ഞിന്റെ കൂടെ ഒന്ന് ഇരിക്കാനോ അതിനെ കൊണ്ടൊരു മുട്ടായി മേടിക്കാൻ പോകുന്നത് പോലും ആരും കണ്ടിട്ടില്ല.
ഞാനും 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, വിധവയാണ്. കുഞ്ഞുങ്ങൾക്ക് കെയർ കൊടുക്കേണ്ട സമയത്ത് തുള്ളി നടന്നാൽ മക്കളുടെ ആയ കാലത്ത് അവർ നിങ്ങളെ തള്ളി പറയും. ശരിക്കും ബിഗ് ബോസ് സമയത്ത് ബിഗ് ബോസിൽ നിന്ന് രേണു പുറത്തു വരുന്നത് ഭയങ്കര ഒരു ട്രോമയാണ്. മക്കളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം തന്നെയായിരുന്നു രേണു അവിടെ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണു പുറത്തേക്ക് വന്നത്. പിന്നെ അതിനുള്ള ഈ ചോദിച്ചത് ഇപ്പൊ ദുബായി പോയിരിക്കുന്നെങ്കിൽ ട്രോമ ഇല്ലേ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ആയിട്ടും രേണു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. പോയി ദുബായിൽ വന്നപ്പോ എന്റെ ട്രോമയൊക്കെ മാറിയെന്ന് പറയുന്നു. തീർച്ചയായിട്ടും മാറി. ദുബായിൽ വന്നപ്പോഴല്ല, എന്റെ മക്കളെ കണ്ടപ്പോ. ബിഗ് ബോസില് വിവരമുള്ളവർക്കറിയാം, ബിഗ് ബോസില് ഫോൺ യൂസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? ഇവിടെ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്നും വിളിക്കും. ഇപ്പോഴും ഞാൻ എന്റെ കിച്ചുമോനെയും ഹൃദപ്പനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കണ്ട് ഞാൻ സംസാരിക്കാറുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഞാൻ ഡ്രോമയിലല്ല ദുബായില്. ദുബായിൽ ഞാൻ പ്രൊമോഷന് വന്നാണ്, പാപ്പിലോണ്ട് പ്രൊമോഷൻ വന്നാണ്, ഒരു ജോലിക്ക് വന്നതാണ്. പ്രൊമോഷന്റെ ജോലിയാണ്. സോ ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ എന്റെ മക്കളെ വിളിക്കാൻ എനിക്ക് പറ്റും. അവരെ വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും, എന്റെ വീട്ടുകാരെ വിളിക്കും, എന്റെ ഫ്രണ്ട്സിനെ വിളിക്കും. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പറയാനുള്ള മറുപടി, ഇതൊക്കെ ആർക്കുള്ള മറുപടിയാണെന്ന് നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തോളും. കാരണം എനിക്ക് അവരുടെ പേര് പറഞ്ഞ് അവരെ വീണ്ടും റീച്ച് ആക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല. സോ ദുബായിൽ നിന്ന് രേണു സുധി. ശരിക്കും അവർ പറഞ്ഞത് കേട്ടല്ലോ. ഇവിടെ രേണു പറയുന്ന കാര്യത്തിനോട് 2 പക്ഷക്കാരാണ് ഉള്ളത്. കാരണം അതിൽ ചിന്തിക്കുന്ന ആ ഒരു എന്താ പറയണ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരുടെയും പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പൊ രേണു ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത്, അത് ഉൾക്കൊള്ളുന്ന ആ മനുഷ്യന്റെ ആ ഒരു ചിന്തയിൽ എന്താണെന്നോ അതാണ്. അതുകൊണ്ടാണ് പലരും ഈ ഒരു നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ വരുന്നത് തന്നെ. രേണുവിനെ സംബന്ധിച്ച് രേണു ഈ ഫീൽഡിലേക്ക് വന്നത് കൊല്ലം സുധി എന്ന ആളുടെ പേരിന്റെ പുറത്താണ്. അത് നമുക്കറിയാലോ. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ശരിക്കും രേണു സുധി ആരാണെന്നും രേണു സുധിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ചർച്ചാ വിഷയമായത്. ഇപ്പോൾ പലരും പറയുന്നത് വെച്ചാൽ രേണു സുധി ഇപ്പൊ ആകാശത്താണ്, ആകാശത്ത് നിന്ന് എപ്പോ താഴെ വരുന്നു അപ്പോഴാണ് രേണുവിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞും അല്ലെങ്കിൽ അത് പറഞ്ഞല്ല നിൽക്കുന്ന. മുമ്പ് ബിഗ് ബോസിലായിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ രേണു എപ്പോഴും ഒരു എന്താ പറയുക, അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി, ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് രേണു ഇപ്പൊ പുതിയൊരു പഴയ ഒരു എന്താ പറയുക റീൽസും ആൽബം ഒക്കെ ആയിട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഇപ്പൊ പല ആൽബം വീഡിയോസ് ഇറങ്ങിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പം മികച്ച പ്രകടനം തന്നെയാണ് രേണു കാഴ്ചവെക്കുന്നത്. ഇപ്പം രേണുവിന്റെ ലുക്ക് വരെ മാറി ഉള്ള ഒരവസ്ഥയിലാണ്. ദുബായിൽ പോയപ്പോ പല വീഡിയോസിൽ നമ്മൾ കണ്ടതാണ് രേണു ഏത് ലെവലില് ഏത് ലുക്കിലാണ്. ആ ഒരു കാണാൻ നേരത്തെക്കാളും കുറച്ചുകൂടെ ഭംഗി, ആ ഒരു കോലവും കൂടി മാറി തുടങ്ങി എന്ന് വേണം പറയാൻ. അടുത്തൊരു കമന്റ് ആണ് കേട്ടോ. ഈ സ്ത്രീക്ക് പ്രാന്തുണ്ടോ? ഇങ്ങനെ സ്വയം എന്തോ ആണെന്ന് വിചാരിച്ച് നടക്കാൻ ആർട്ടിസ്റ്റ് പോലും കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നതല്ലാതെ എന്ത് തേങ്ങയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ശരിക്കും മുൻപ് രേണുവിനെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ആള് തന്നെയായിരുന്നു എല്ലാവരും. രേണു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവ് കമന്റ്സ് ഇല്ല, ആളുകൾക്ക് മാത്രമാണ് കുരു പൊട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു ടൈമില് ഇപ്പൊ നോക്കി ഫുള്ളും വിമർശനങ്ങളാണ്. രേണു എന്ത് സ്വയം വലിയ ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ തന്നെ അത് ആളുകൾക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് വേറൊന്നും കൊണ്ടുമല്ല, ഈ ഒരു ബാർ ഡാൻസർ ലെവലിലേക്ക് എത്തി. അല്ലെങ്കിൽ ബാർ ഡാൻസർ കാരണം നമ്മൾ കണ്ടാണ് ഒരു ബാറിലെ പ്രൊമോഷന് വേണ്ടി പോയതാണെങ്കിൽ പോലും അവിടെ ചുറ്റും ബിയർ കുപ്പി പൊട്ടിച്ച് ആളുകൾ കുടിക്കുന്ന രംഗങ്ങൾ അതൊക്കെ തന്നെയാണ് കണ്ടത്. അപ്പൊ ശരിക്കും നമ്മള് എന്താ കാണുന്നവർക്ക് അത് എന്താ പറയുന്നത്, അത് തന്നെയാണ് കരുതുക. ഡാൻസും പാട്ടും പാടിയത് എന്ന് പറഞ്ഞാൽ ശരിയില്ല. കാരണം അവരുടെ വസ്ത്രത്തിൽ വരെ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വസ്ത്രധാരണ എന്ന് പറയുന്ന അവരുടെ തന്നെ ഇഷ്ടമാണ്. നമുക്ക് മുൻപ് അറിയാലോ, ഹണി റോസിന്റെ കാര്യത്തില് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഹണി റോസും നമ്മുടെ ബോച്ചിയും തമ്മിലുള്ള ഇഷ്യൂ വന്നപ്പോൾ സമയത്താണ് ഹണി റോസിന്റെ വിവാദം ഏറ്റവും കൂടുതൽ പുറത്തു വന്നത്. അത് എന്തുകൊണ്ടാണ് ഹണി റോസിന്റെ ആ ഒരു പേര് വിവാദം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അവരുടെ ആ ഒരു വസ്ത്രധാരണ രീതി മാത്രമായിരുന്നു. ഇനി ആ ലെവലിലേക്ക് രേണു സുധി എത്തുമോ അല്ലെങ്കിൽ രേണു പോകുമോ എന്നുള്ള ഒരു ആശങ്കയല്ല ഈ ഒരു പ്രേക്ഷകർക്ക്. രേണു സുധി ഇപ്പം ഏത് ലെവലിൽ പോയാലും ശരി അവരത് നിർത്താനും പോകുന്നില്ല. കാരണം അതിന്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇനി അവരെ തിരുത്തി കൊണ്ടുവരിക എന്ന് പറയുന്നത് അതിന്റെ ഒരു ഘട്ടമൊക്കെ കഴിഞ്ഞു. രേണു സുധിയെ സംബന്ധിച്ച് ആ ഒരു സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി രേണു തന്നെ സ്വയം വിചാരിക്കണം ഇനി എന്താ ചെയ്യേണ്ടത്. പക്ഷെ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, സ്വന്തം നമ്മുടെ മൂല്യങ്ങൾ ഒരിക്കലും നമ്മൾ ഇല്ലാതാക്കരുത്. നമുക്ക് ആൽബം വീഡിയോ ചെയ്യാം, പ്രൊമോഷന് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നമ്മുടെ മൂല്യങ്ങൾ, ജീവിത മൂല്യം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ വേണം ഇക്കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. എന്തായാലും രേണു ആദ്യമായിട്ട്, അതായത് ജീവിതത്തിൽ നടത്തിയ ഇന്റർനാഷണൽ ട്രിപ്പാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം നിറഞ്ഞിരിക്കുന്നത്. ആ ഒരു ട്രിപ്പല്ല,
ആ ഒരു ട്രിപ്പിന് പിന്നാലെ നടന്ന ആ ഒരു ഡാൻസ് വീഡിയോകൾ വലിയ വിവാദമാവുകയും ചെയ്തു. എന്നാലും രേണു ബാർ ഡാൻസർ ആയിട്ടാണ് ദുബായിൽ എത്തിയതെന്നുള്ള രീതിയിൽ തന്നെ വലിയ പ്രചാരണങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഇനി ഈ ഒരു നെഗറ്റീവ് കമന്റ്സിനോടൊപ്പം തന്നെ രേണുവിനെ പിന്തുണച്ചും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതായത് സണ്ണി ലിയോൺ അല്പവസ്ത്രം ധരിച്ച് നൃത്തം ചെയ്യുന്നതിൽ ആർക്കും കുഴപ്പമില്ല എന്നും രേണു നൃത്തം ചെയ്യുമ്പോൾ മാത്രമാണ് എല്ലാവർക്കും പ്രശ്നമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാലും രേണുവിനെ പിന്തുണച്ചിട്ടുള്ള ആ ഒരു കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കാം. രേണു സുധി ബാറിൽ ഡാൻസ് കളിച്ചത്രേ. അല്ല, അതിനിപ്പോ നിങ്ങൾക്ക് എന്താണ്? സണ്ണി ലിയോണിന്റെയും തമന്നയുടെയും ഐറ്റം ഡാൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ സുഖക്കുറവും ബുദ്ധിമുട്ടും ഒന്നും തോന്നിയില്ലേ? രേണു സുധി അവർക്ക് നമ്മളെല്ലാവരെ പോലെ തന്നെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഡാൻസ് ചെയ്യാം. അതിപ്പോ സ്റ്റേജിലോ ബാറിലോ വീട്ടിലോ അവർക്ക് എവിടെയോ സൗകര്യം എന്ന് വെച്ച് അങ്ങനെയാകാം. ബാറിലെ ഡാൻസിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു, നന്നായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ രേണു സുധിയെ പിന്തുണച്ചുകൊണ്ടുള്ള ആ ഒരു കുറിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ സണ്ണി ലിയോണും തമന്നയും അവരുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സണ്ണി ലിയോണും തമന്നയെ പോലെയാണോ നമ്മുടെ രേണു സുധി? രേണു സുധി അത്തരത്തിലാണ് എല്ലാവരും കണ്ടത്. അപ്പം സണ്ണി ലിയോണും തമന്നയും ഡാൻസ് കളിച്ചതുപോലെ രേണു സുധിനെ കളിക്കാം. അതിനിവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. കാരണം നമ്മള് ഈ ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷെ രേണു സുധി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, അവര് നമ്മൾ അറിഞ്ഞത് ഏത് ലെവലിലാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ? അവര് ആ കൊല്ലം സുധിയുടെ മരണശേഷം നമ്മള് രേണു സുധി എത്തരത്തിലായിരുന്നു എന്നുള്ള കാര്യം മുൻപും അവർ സ്റ്റാർ മാജിക് ഷോയിലൊക്കെ വന്നിട്ടുണ്ട്. കൊല്ലം സുധിയോടൊപ്പം തന്നെ സ്റ്റാർ മാജിക് ഷോയിൽ വന്ന ഒരു വ്യക്തിയാണ്. അന്ന് കണ്ട ആ ഒരു രൂപമല്ല ഇപ്പോൾ രേണു സുധിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയത് തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടുകാര്യങ്ങൾ നോക്കാനും ഒക്കെയാണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വിധവയായ സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളതല്ല. അവർ ഇറങ്ങി അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ അവർ സ്വയം തന്നെ ചെയ്യണം. പല മേഖലകളിലുണ്ട്. ഇപ്പൊ ഏവിയേഷൻ കോഴ്സും നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ ഒരാളാണ് നമ്മുടെ ഈ രേണു സുധി എന്ന് പറയുന്നത്. പക്ഷെ അവർക്ക് ഈ താല്പര്യമുള്ളത് ഈ ഒരു ഫീൽഡിലേക്കാണ്. അതുകൊണ്ടാണ് അവര് മനസ്സുകൊണ്ട് ഇതിലോട്ട് ഇറങ്ങിയത്. അത് അങ്ങനെയാണ്. നമ്മുടെ ഒരു പ്രൊഫഷൻ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം, നമുക്ക് ഇൻട്രസ്റ്റ് ഏതാണോ അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇറങ്ങേണ്ടത്. അത് തന്നെയാണ് രേണു സുധി ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ രേണു സുധി വന്ന് ആ ഒരു ലെവല് അതിര് കടക്കുന്നത് കൊണ്ട് മാത്രമാണ് പ്രേക്ഷകർക്ക് ഇത്രയും, അതായത് ഒരു ആശങ്ക എന്ന് പറയുമ്പോൾ അവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. രേണു സുധിനെ സ്നേഹിച്ച പല ആളുകളാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമന്റ്സ് ഇടാനുള്ള ഒരു രീതിയിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഈ നെഗറ്റീവ് കമന്റ്സ് ഇട്ട ആൾക്കാർ മുൻപ് സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. നമുക്കറിയാലോ. ഇപ്പം കൊച്ചിൻ അനീഫ, അതേപോലെ കലാഭവൻ മണി, അവരുടെയൊക്കെ വൈഫിനെ കുറിച്ച് നമ്മളെ വല്ലപ്പോഴും മാത്രമാണ് മീഡിയയിലൂടെ അറിയുന്നത്. ഇപ്പൊ അവരെ കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഭയങ്കര സാമ്പത്തികം ഉള്ളവരാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും ആ ഒരു ആളല്ല. ഫാമിലി അതിൽ ചിലർക്ക് മാത്രമാണ് ഈ ഒരു സാമ്പത്തിക സപ്പോർട്ട് ഉള്ളത്. ഒട്ടുമിക്ക നടന്മാരുടെ ഭാര്യമാർക്ക് അത്തരത്തിൽ സപ്പോർട്ട് ഇല്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ രേണു സുധി ഇത്തരത്തിൽ ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കിന് അത് പല രീതിയിലുള്ള വിമർശനങ്ങൾക്ക് രേണു ഏറ്റുവാങ്ങിയത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഈ ഒരു ബാർ ഡാൻസർ ലെവലിലേക്ക് വരെ എത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും അത് ഒട്ടും ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഇതിനപ്പുറം ഇനി എവിടേക്ക് പോകും? ഇങ്ങനെയാണെങ്കിൽ ശരിക്കും ആകാശത്ത് നിന്ന് പറന്ന് പോവുകയാണ്. എപ്പോ വേണമെങ്കിലും രേണു സുധി താഴെ വീഴാം എന്നുള്ള രീതി തന്നെയാണ്. എന്തായാലും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും രേണു സുധിയുമായിട്ടുള്ള ഇത്തരം വാർത്തകൾ ഇനിയും ഉണ്ടാകും. ഈ ഒരു വിവാദം ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇത് കഴിഞ്ഞ് അടുത്തൊരു വിവാദം ഉടനെ തന്നെ ഉണ്ടാകും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്.